മാവിൻ ചോട്ടിലെ മണമുള്ള മധുരമായി മനതാരിൽ കുളിരുന്നെൻ ബാല്യം. എനിക്ക് എപ്പോഴെങ്കിലും എഴുതാൻ കഴിയുമ്പോൾ എഴുതുന്ന സ്വഭാവമാണ്. അങ്ങനെ ബോധപൂർവമായിട്ട് ഇപ്പം സിനിമാ പാട്ടൊക്കെ എഴുതേണ്ടി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, എവിടെയെങ്കിലും ഇരുന്ന് ബോധപൂർവ്വം എഴുതുന്നു. പ്രണയത്തെക്കുറിച്ച്, മാറുന്ന പ്രണയ സങ്കല്പങ്ങളെക്കുറിച്ച്, ഇന്നിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് 24 മലയാളത്തിൽ മനസ്സ് തുറന്ന് മലയാളത്തിന്റെ പ്രിയ കവി മുരുകൻ കാട്ടാക്കട. താലിച്ചരടുകൾ കാണാം, പൊട്ടാ മദ്യക്കുപ്പികൾ കാണാം, പലിശ പട്ടിണി പടി കയറുമ്പോൾ പുറകിലെ മാവിൽ കയറുകൾ കാണാം. നമസ്കാരം സർ. മുരുകൻ കാട്ടാക്കട എന്ന വ്യക്തിയെ, കവിയെ ലോകം ശ്രദ്ധിക്കുന്നത്, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്നത് രേണുക എന്ന കവിതയിലൂടെ ആയിരിക്കും. ഏറ്റവും ആദ്യത്തെ കവിത അതല്ല എങ്കിൽ കൂടിയും രേണുകയാണ് മലയാളികൾക്കിടയിലേക്ക് അങ്ങേ ഏറ്റവും കൂടുതൽ ചേർത്ത് നിർത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത്. രേണുകയിൽ പറയുന്നത് അസാധ്യമായ ഒരു പ്രണയമാണ്, അതിമനോഹരമായ ഒരു പ്രണയം. എന്നാൽ ഇന്ന് രേണുക ഇറങ്ങി ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഒരു പ്രണയദിനം കൂടി കടന്നുപോയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നമ്മൾ ഈ പ്രണയത്തെ നോക്കുമ്പോൾ പ്രണയത്തിന്റെ കാഴ്ചപ്പാടുകൾ തന്നെ പൂർണ്ണമായി മാറിയിരിക്കുന്നു. പ്രണയ സങ്കല്പത്തിൽ വന്നിരിക്കുന്ന മാറ്റം, അല്ലെങ്കിൽ പ്രണയത്തെ ഒരാൾ മനസ്സിലാക്കുന്ന രീതിയിൽ വന്ന മാറ്റമൊക്കെ അന്ന് രേണുക എഴുതിയ താങ്കളുടെ കവി മനസ്സ് ഇന്ന് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത് സത്യത്തിൽ എല്ലാ കാലത്തും ഈ പ്രശ്നങ്ങളുണ്ട്. അപ്പം എല്ലാ കാലത്തും ഈ പ്രണയത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാവങ്ങളും തലങ്ങളുമൊക്കെ സ്വാഭാവികമായിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഓപ്പണായല്ലോ നമ്മളെ, ലോകം മുഴുവൻ ഒരു ഗ്ലോബലൈസ്ഡ് ആയല്ലോ. ഇപ്പോൾ എല്ലാം ഓപ്പണായി, എല്ലാ കാര്യങ്ങളും എല്ലാവരുടെയും കൈകളിൽ ലഭ്യമാണ് എല്ലാ അർത്ഥത്തിലും. മാത്രവുമല്ല, നമ്മൾ നേരത്തെ ആണെങ്കിൽ ഈ സൊസൈറ്റി ആയിരുന്നു, സമൂഹമായിരുന്നു. എന്നാൽ ഇപ്പം നമ്മൾ സമൂഹത്തിലല്ലല്ലോ, നമ്മൾ മാർക്കറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു മാർക്കറ്റിൻ്റെ കൾച്ചർ എല്ലാ മേഖലയിലും കടന്നു കയറിയിട്ടുണ്ട്. അത് പ്രണയത്തിലും പ്രതിഫലിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും മാർക്കറ്റിൽ ഈ നിരുപയോഗമാണല്ലോ. ഉപയോഗമുള്ളതിനെ മൂല്യം കൊടുത്ത് വില കൊടുത്ത് വാങ്ങുക, ഉപയോഗമില്ലാത്ത വലിച്ചെറിയുക എന്നുള്ളത് പോലെ. അപ്പം പ്രണയം ഇപ്പോഴും ഏകദേശം അങ്ങനെയും കൂടെ കടന്നു വരുന്നുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ ഒരു മാറ്റമെന്ന് പറയുന്നത് ഒരു പെട്ടെന്നുണ്ടാകുന്നൊരു മാറ്റമായി കാണാൻ പറ്റില്ല. എല്ലാ കാലഘട്ടത്തിലും ഈ പറയുന്ന കാര്യങ്ങളുണ്ടെങ്കിലും ഈ പ്രണയത്തെ സംബന്ധിച്ചുള്ള ഞാൻ എപ്പോഴും പറയാറുണ്ട്, പ്രണയം ഏറ്റവും ഗംഭീരമാകുന്നത് പ്രണയം നഷ്ടപ്പെടുമ്പോഴാണ്. അപ്പോൾ നഷ്ടപ്പെടുന്നതിനെ ആസ്വദിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഴിയുന്നില്ല. പ്രണയ നഷ്ടത്തെ ആസ്വദിക്കണം, അതിന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഴിയാതെ പോകുന്നുണ്ട്. അതാണ് നമ്മൾ ഇന്ന് കാണുന്ന പ്രണയത്തിലൊരു പ്രശ്നം എന്ന് പറയുന്നത്, ദുരന്തങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണമായിട്ട് കാണുന്നത്. അല്ലാതെ പരിശുദ്ധമായ അല്ലെങ്കിൽ നിഷ്കളങ്കമായ പ്രണയബോധം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് നമ്മുടെ മക്കളുടെ ഇടയിൽ. പക്ഷേ തീർച്ചയായും അതല്ലാത്ത പ്രണയബോധങ്ങളും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. സർ പറഞ്ഞ പോലെ ഈ നഷ്ടപ്രണയത്തിന്റെ സൗന്ദര്യമാണ് രേണുകയിൽ ഏറ്റവും കൂടുതൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഇപ്പം രേണുകയിലെ ചില വരികളിൽ നമുക്ക് അത്രയധികം അടുപ്പം തോന്നുന്നതും അത്രയേറെ നമ്മുടെ ആഴത്തിലേക്ക് പതിയുന്നതും അത് നഷ്ടമാണെങ്കിൽ കൂടിയും അതിലുള്ള സൗന്ദര്യമാണ്. അപ്പൊ രേണുകയിലൂടെ അങ്ങ് പറയാൻ ശ്രമിച്ച നഷ്ടപ്രണയത്തിന്റെ സൗന്ദര്യം, അങ്ങ് പറഞ്ഞ പോലെ ഇന്ന് പലർക്കും അംഗീകരിക്കാൻ പറ്റാത്തതും ആ സൗന്ദര്യമാണ്. അല്ലെങ്കിൽ അവർക്കത് ആ വേദന പോലും ചെറിയ പരാജയമായി മാറുന്നു. ആ പരാജയത്തെ വിജയമാക്കാൻ അവർ എന്തും ചെയ്യാൻ തയ്യാറാകും. അപ്പം ആ ഒരു നഷ്ടപ്രണയം ആസ്വദിക്കാൻ ഇന്നത്തെ ഒരു യുവതലമുറയോട്, യുവതലമുറ എന്ന് ഞാൻ പറയുന്നതിന്റെ ഒരു ഏജ് ലിമിറ്റ് വളരെ താഴോട്ട് പോകണം. ഇന്നത്തെ യുവതലമുറ ഒരു 16-ലും 17-ലും സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ അവരോട് അങ്ങ് കൊടുക്കുന്ന ഒരു ഡെഫിനിഷൻ, അല്ലെങ്കിൽ ഒരു വഴി എന്തായിരിക്കും? ഈ വഴിയൊന്നുമില്ല, നമ്മൾ വഴി ഇത്രയേ ഉള്ളൂ. നമ്മൾ ഏറ്റവും പ്രധാനം ഈ പ്രണയ നഷ്ടം എന്ന് പറയുന്നത് നമുക്ക് ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല അനുഭവമാണെന്ന് മനസ്സിലാക്കണം. പ്രണയനഷ്ടത്തെക്കുറിച്ചുള്ള ഓർമ്മകളായിരിക്കും ഒരു കാലത്തെ ഏറ്റവും ഗംഭീരമായ ഓർമ്മ. അതുകൊണ്ട് പ്രണയ നഷ്ടത്തെ ആസ്വദിക്കണം, അതാണ് എനിക്ക് പറയാനുള്ളത്. നഷ്ടപ്രണയത്തെ ആസ്വദിക്കണം. പ്രണയം നഷ്ടപ്പെട്ട എല്ലാം തീർന്നു പോയെന്ന് ചിന്തിക്കുന്നത് മാനസിക രോഗമാണ്. അതൊരു മാനസിക രോഗത്തിൻ്റെ ലക്ഷണമാണ്. അല്ലാതെ ആരോഗ്യമുള്ള മനസ്സ് ഉള്ള ആളുകൾ ചെയ്യേണ്ടത് പ്രണയമുണ്ടാകണം, പ്രണയം നഷ്ടപ്പെടണം, ആ നഷ്ടപ്രണയത്തിൻ്റെ ഓർമ്മകൾ നിലനിൽക്കണം. അത് ജീവിതത്തിൽ ഏറ്റവും ഗംഭീരവും മധുരവുമായ ഓർമ്മയാണ്. അപ്പം ഞാൻ എൻ്റെ ഒരു കവിതയിൽ ചൊല്ലിയിട്ടുണ്ട്, നഷ്ട പ്രണയത്തിനോർമ്മ പോലിത്രമേൽ മധുരിക്കും അനുഭൂതി വേറെയുണ്ടോ എന്നൊരു കവിതയുണ്ട്.
മഴ പെയ്തു തോർന്നതിൻ ശേഷമൊരു ചെറുകാറ്റ് കവിളിൽ തലോടും തണുപ്പു പോലെ, നഷ്ടപ്രണയത്തിനോർമ്മ പോൽ ഇത്രമേൽ മധുരിക്കും അനുഭൂതി വേറെയുണ്ടോ എന്ന് ചൊല്ലിയിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നത് നഷ്ടപ്രണയത്തിനെ കുറിച്ചുള്ള ഓർമ്മയാണ് ഏറ്റവും മനോഹരമായ അനുഭൂതി തരുന്ന ഓർമ്മ. അതുകൊണ്ട് പ്രണയ നഷ്ടത്തെ പുതിയ തലമുറ ആസ്വദിക്കണം എന്നതാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. സർ, ഈ പറഞ്ഞ പോലെ ഈ പ്രണയം ഒരു യുവാക്കളുടെ അല്ലെങ്കിൽ കുട്ടികളുടെ മനസ്സിലേക്ക് ഏറ്റവും ആദ്യം വരുന്ന മധുരതരമായ ഒരു വികാരമാണ്. അതിനപ്പുറം സൗഹൃദത്തിലേക്ക് കൂടി ഇന്നത് മാറുകയാണ്. അതുകൊണ്ടാണ് പണ്ട് അച്ഛൻ, അമ്മ, സഹോദരൻ, സഹോദരി, സുഹൃത്ത്, പ്രണയിനി, ഭാര്യ, മക്കൾ, ഈ ബന്ധങ്ങൾക്കപ്പുറം ഇന്ന് ബെസ്റ്റി ആയിട്ടും അല്ലെങ്കിൽ ലവറായിട്ടും അതിന്റെ പല തലങ്ങളിലേക്ക്, പല സർവ്വത്തിലേക്ക് കച്ചവടത്തിന്റെയും കൂടി ഒരു തലത്തിലേക്ക് മാറുന്നുണ്ട്. അപ്പം നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മുടെ ഇന്നത്തെ ഈ ഒരു യുവതലമുറയിൽ വന്നിരിക്കുന്ന ഈ ഒരു മാറ്റത്തെ പോസിറ്റീവായും നെഗറ്റീവായും വീക്ഷിക്കുന്നവരുണ്ട്. സാർ ആ ഒരു മാറ്റത്തെ, ആ ഒരു ബന്ധങ്ങളിൽ നമ്മുടെ യുവതലമുറ ഇന്ന് കൊടുക്കുന്ന ആ മാറ്റത്തെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാൻ ഒരർത്ഥത്തിൽ പോസിറ്റീവായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഗൂഢമായ ചിന്തകൾ പരമാവധി ഒഴിവാക്കണമെന്നുള്ളതാണ്. റിലാക്സ്ഡ് ആയിട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അതിനകത്ത് നല്ല സൗഹൃദങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോവുകയും ആ സൗഹൃദങ്ങൾക്ക് മറ്റ് ഭേദങ്ങളോടൊപ്പം ലിംഗഭേദങ്ങളും ഇല്ലാതിരിക്കുകയും വേണം. സൗഹൃദങ്ങളുണ്ടാവണം കുഞ്ഞുങ്ങൾക്കിടയിൽ, കുട്ടികൾക്കിടയിൽ. നമുക്ക് എന്തും ഷെയർ ചെയ്യാൻ കഴിയണം. അപ്പം ഈ മാനസിക ആഘാതങ്ങൾക്കുള്ള പ്രധാന കാരണം ഈ ഷെയറിങ് നടക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നല്ല സുഹൃത്തുക്കളുണ്ടാണ്. അപ്പോൾ പുതിയ കുട്ടികൾ അങ്ങനെ പല നിർവചനങ്ങളിൽ ഫ്രണ്ട്ഷിപ്പിനെ നിലനിർത്തുന്നു എന്നുള്ളത് ഞാൻ അതിനെ പോസിറ്റീവായിട്ട് കാണാനാണ് ആഗ്രഹിക്കുന്നത്. സാറ് പറഞ്ഞല്ലോ, നമുക്കിപ്പോ ഇത്രയേറെ ബന്ധങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വിഷാദരോഗവും അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഉണ്ടാവുന്നത് നമ്മുടെ യുവതലമുറയിൽ തന്നെയാണ്. വളരെ സിമ്പിൾ ആയിട്ട് ഒരു പനി വരുന്ന ലാഘവത്തോടു കൂടി ഒരു കുട്ടി വിഷാദരോഗത്തിന് അടിമപ്പെടുമ്പോൾ ട്രീറ്റ്മെന്റ് എടുക്കുന്നു എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം ഈ തുറന്നു പറച്ചിലുകൾ അത്ര നടക്കുന്നില്ല എന്ന് വേണ്ടേ നമുക്ക് ആ ഒരു മാറ്റത്തെ മനസ്സിലാക്കാൻ? തീർച്ചയായിട്ടും നടക്കുന്നില്ല. അതിന് കാരണം നമ്മൾ ഈ കമ്പോളത്തിൽ ഉള്ളത് ഇൻഡിവിജ്വൽസാണ്, വ്യക്തികളാണ്. ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരുമിച്ച് ചേരലല്ല. ഇപ്പം നമ്മൾ ഈ കമ്പോളത്തിൻ്റെ ഒരു പ്രത്യേകത, അവിടെ എല്ലാം നമ്മൾ ചന്തയിൽ പോകുന്നത് ഒറ്റയ്ക്കായിരിക്കും. നമ്മൾ ഒരു ബയ്യറായിരിക്കും, അല്ലെങ്കിൽ നമ്മളൊരു സെല്ലറായിരിക്കും. ഇതുപോലെ തന്നെയാണ് ഈ കമ്പോളം കടന്നേറിയ ഈ നമ്മുടെ വർത്തമാനകാല സമൂഹം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുട്ടികളെല്ലാം ഇൻഡിവിജ്വലായിട്ട് ജീവിക്കുന്നു. അവരെ അയൽവാസികളുമായിട്ടൊന്നും അങ്ങനെ ബന്ധപ്പെടാൻ അനുവദിക്കുന്നില്ല. നമ്മൾ കുട്ടികളെ ഇങ്ങനെ നമ്മുടെ പഴയ തലമുറയുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് അവരെ പഠിച്ച് വലിയ ആളുകളാകാൻ വേണ്ടിയുള്ള ശ്രമത്തിനിടയിൽ മൂല്യങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യമില്ല. അവരെ കെമിസ്ട്രിയും ഫിസിക്സും കണക്കും പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് എല്ലാ രക്ഷകർത്താക്കളും ചെയ്യുന്നത്. ബാക്കി ഒന്നിലേക്കും തിരിഞ്ഞു നോക്കാൻ അവരെ അനുവദിക്കുന്നില്ല. ആ ഒരു മാനസിക സംഘർഷം, ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നതിൻ്റെ ഈ ഭാരം, അതാണ് ഈ വിഷാദരോഗങ്ങൾക്ക് ഒരു പ്രധാന കാരണം അതാണ്. പിന്നെ തൊഴിൽ ലഭിക്കാതെ വരുന്നതിൻ്റെ അരക്ഷിതാവസ്ഥ. പുതിയ തലമുറ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് അവർക്ക് കാശ് വേണം. കാരണം അവർ നിൽക്കുന്നത് ഒരു മാർക്കറ്റിലാണ്. പലതും അവരുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതൊക്കെ അവർക്ക് വേണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അത് പർച്ചേസ് ചെയ്യാനുള്ള അതിനുള്ള പർച്ചേസിങ് പവർ അവർക്കില്ലാതെ പോകുന്നു. അപ്പോൾ ഇത് അവരെ സംഘർഷത്തിലുണ്ട്. അതാണ് പലപ്പോഴും ഈ കുട്ടികളെ മറ്റ് മോശമായ രീതികളിലേക്ക് അപ്പോൾ ഒരു സൊസൈറ്റിക്ക് ഈ പുതിയ തലമുറയെ അവരുടെ മാനസിക ആരോഗ്യം നിലനിർത്തുന്ന തരത്തിലുള്ള ഫെസിലിറ്റീസ് നൽകുന്നതിന് കഴിയാതെ പോകുന്നുണ്ട്. അത് അവരെ മാത്രം കുറ്റം കൊണ്ട് സംഭവിക്കുന്നത് അല്ല. അവസരങ്ങളുടെ കുറവ് നമ്മുടെ നാട്ടിൽ ധാരാളം വരുന്നുണ്ട്, അത് ബാധിക്കുന്നുണ്ട്. പിന്നെ ഈ കുടുംബ സാഹചര്യങ്ങൾ, കുടുംബം ഞാൻ പറയുന്നില്ലേ, കുട്ടികളെ ഒറ്റയ്ക്കൊറ്റക്ക് നീ മറ്റവനേക്കാൾ വലിയവനാകണം അല്ലെങ്കിൽ നീ മറ്റവളേക്കാൾ വലിയവളാവണം എന്നുള്ള രീതിയിലാണ് കുട്ടികളെ വളർത്തുന്നത്. അങ്ങനെയല്ല. അപ്പോൾ ആ ഒരു സാധനം മാത്രമല്ല, അവർ ഈ മൊബൈൽ ഫോണുകളിലൂടെ അവരുടെ മാധ്യമങ്ങളിലൂടെ അവർ അകലങ്ങളിലുള്ള സൗഹൃദങ്ങളെ കൂടുതൽ എന്ത് ചെയ്യുന്നു, തൊട്ടടുത്ത സൗഹൃദങ്ങളില്ല, തൊട്ടടുത്ത ആളിനോട് സംസാരിക്കില്ല, തൊട്ടടുത്ത വീട്ടുകാരെ കണ്ട വിഷയമില്ല, ചിരിക്കില്ല. അവരെല്ലാം ഈ പ്ലാസ്റ്റിക് സൗഹൃദങ്ങളിലാണ് ഇപ്പോൾ. ഈ പ്ലാസ്റ്റിക് സൗഹൃദം എന്ന് പറയുന്നത് അവർ മാനസികമായ ഒരു
ഇൻഡിപെൻഡൻസി നഷ്ടപ്പെടുന്നുണ്ട്, മാനസിക ആരോഗ്യം നഷ്ടപ്പെടുന്നുണ്ട്. അവർ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റാത്ത ഒരു സൊസൈറ്റിയാണ് വീണ്ടും സാറിന്റെ കണ്ണട എന്ന കവിത ഒന്നുകൂടി വരുന്നത്. പ്രാധാന്യത്തിലേക്ക് വരുന്നത്. മങ്ങിയ കാഴ്ചകൾ കണ്ടു, ആ കവിത ഒന്ന് അത് സ്ഥിരമായി ഞാൻ ചൊല്ലുന്നല്ലേ, മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം. അപ്പോൾ അത് വർത്തമാനകാലം എപ്പോഴും ഏത് കാലഘട്ടത്തിലും അതാണ് നമ്മൾ കാണുന്നുണ്ട്. പൊട്ടിയ താലിച്ചരടും പൊട്ടാ മദ്യ കുപ്പിയൊക്കെ നമ്മൾ ഏത് കാലത്തും കാണുന്നുണ്ട്. പൊട്ടിയ താലിച്ചരടുകൾ കാണാം, പൊട്ടാ മദ്യ കുപ്പികൾ കാണാം, പലിശ പട്ടിണി പടി കയറുമ്പോൾ പുറകിലെ മാവിൽ കയറുകൾ കാണാം, തറയിൽ ഒരിലയിൽ ഒരൽപ്പം ചോരയിൽ കൂനനുറുമ്പിര തേടൽ കാണാം. അപ്പോഴും ആ ചോരയിൽ നിന്നും അല്ലെങ്കിൽ അവിടെയും നമ്മുടെ ഈ കമ്പോളം തിരയുന്നത് അതാണ്, വേറെയാണ് അല്ലേ. ബ്ലേഡുകാരൻ അവൻ്റെ കൊടുത്ത പൈസയും അതിൻ്റെ പലിശയും പലിശയുടെ മേലെ പലിശയും എങ്ങനെ അടുത്ത് കണ്ടെത്താമെന്നായിരിക്കും അവൻ എപ്പോഴും തിരയുന്നത്. അതാണ് തറയിൽ ഒരിലയിൽ ഒരൽപ്പം ചോരയിൽ കൂനനുറുമ്പിര തേടൽ കാണാം, മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണടകൾ വേണം എന്നാണ്. അപ്പോൾ ഇതിൽ ഈ പറയുന്ന വസ്തുതകൾ ലോകത്ത് എല്ലാ കാലത്തും നിലനിൽക്കുന്ന കാര്യങ്ങളെയാണ് കവിതയിലൂടെ നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്. നമ്മൾ എല്ലാവരും അപ്പം നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലം ഇങ്ങനെ ആയാൽ പോരാന്ന് എൻ്റെ ഒരു മനസ്സിൽ ചിന്തയാണ്. കുറച്ചുകൂടെ കൊള്ളാവുന്ന ഒരു കാലത്ത് ജീവിക്കാൻ മനുഷ്യർ അർഹരാണ്. കുറച്ചുകൂടെ പരസ്പരം സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാക്കാൻ കഴിയണം. അപ്പോൾ അങ്ങനെ ആ കവിത അവസാനിക്കുന്നതും അങ്ങനെ തന്നെ, ഒരു മാവേലിത്തറ കാണും വരെ എന്നാണ്. മാവേലിത്തറ എന്ന് പറയുന്നത് മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്നുള്ളതാണ്. അതാണ് മഹാബലി. അങ്ങനെ ഒരു കാലം, അങ്ങനെ ഒരു തറ, അങ്ങനെ ഒരു ഇടം എത്തുന്നത് വരെ നമ്മൾ ഈ ദുഷിച്ച കാഴ്ചകളെ കൊത്തി ഉടയ്ക്കുക എന്നുള്ളതാണ് ആ കവിത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും വർത്തമാന കാലത്തെയാണ് ആ കവിതയിലൂടെ അടയാളപ്പെടുത്തുന്നത്. സാർ, ഇപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളിരുന്ന് ഈ കവിതകളെ കുറിച്ച്, സാറിന്റെ അനുഭവങ്ങളെ കുറിച്ച് പറയുമ്പോൾ സാറിന് മിസ് ചെയ്യുന്ന അല്ലെങ്കിൽ സാറിന് നഷ്ടമാകുന്ന ഒരു പഴയകാല ജീവിതം ഉണ്ടാകുമല്ലോ, അതിൽ കണ്ട കുറെ നല്ല കാഴ്ചകൾ ഉണ്ടാവും. ആ കാഴ്ചകളുടെയൊക്കെ ആയിരിക്കും ഇപ്പൊ സാറിനെ ഈ ഇത്തരത്തിലൊരു കവിത എഴുതാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പൊ സാറിന്റെ ആ ഒരു ബാല്യകാലത്തിൽ സാർ കണ്ട നല്ല കാഴ്ചകളെ കുറിച്ച്, സാറിന്റെ ആ ഒരു ഗ്രാമജീവിതത്തെ കുറിച്ച് കൂടിയാണ്. തീർച്ചയായിട്ടും ഒരു അർത്ഥത്തിൽ ഞാൻ ഇപ്പം വാക്കുകൾ കൊണ്ട് ഇപ്പോൾ കവിത എഴുതുന്നതെന്നോ അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സംവദിക്കാനൊക്കെ കഴിയുന്ന രീതിയിലാകുന്നതിൻ്റെ പിന്നിൽ എനിക്കൊരു നല്ല ബാല്യം, അനുഭവങ്ങളുള്ള ബാല്യം ഉണ്ടായതുകൊണ്ടാണ്. ഒരു നല്ല ഗ്രാമമാണ് എൻ്റെ ഈ കാട്ടാക്കട ആമച്ചൽ എന്ന് പറയുന്ന നാട്. അവിടം കാർഷിക സമൃദ്ധമാണ്, നിഷ്കളങ്കരായ ജനങ്ങളുള്ള ഒരു സാധാരണ ഗ്രാമമാണ്. കേരളത്തിലെ ഏതൊരു ഉൾനാടൻ ഗ്രാമത്തെയും പോലെയുള്ള ഗ്രാമം. അത് നെയ്യാറിൻ്റെ തീരത്തുമാണ്. അപ്പോൾ ഈ നെയ്യാറ് ഒരു വലിയ അനുഭവമാണ് എനിക്ക് ലൈഫിൽ കുഞ്ഞായിരിക്കുമ്പോഴേ. ആ കുട്ടിക്കാലത്ത് നെയ്യാറിൽ ചാടി നീന്തി കളിച്ച് കുളിച്ച് വളരാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഒരു പ്രകൃതി ഒരു ബോധം ഉണ്ടാക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പുതിയ പാട്ട് എഴുതിയപ്പോൾ ഇപ്പം സിനിമയിൽ പാട്ട് എഴുതാൻ ആദ്യ അവസരം കിട്ടുമ്പോൾ തന്നെ അങ്ങനെയാണ് എൻ്റെ നാട്ടിലെ എൻ്റെ ബാല്യത്തെക്കുറിച്ചാണ് എഴുതിയത്. മാവിൻ ചോട്ടിലെ മണമുള്ള മധുരമായി മനതാരിൽ കുളിരുന്നെൻ ബാല്യം, ആരോ നീട്ടിയ മഷിത്തണ്ടിൻ കുളിരുള്ള തളിരോർമ്മയാണെൻ്റെ ബാല്യം, ചെളിമണ്ണിൽ പാവാട ചായം തേക്കും അതു കാണേ കളിയാക്കുമിളനാമ്പുകൾ, കളിയാടുന്ന പാടത്തെ കതിരോർമ്മ ബാല്യം എന്നെഴുതി. അപ്പോൾ അങ്ങനെ ഒരു കതിരോർമ്മ ബാല്യത്തിൽ കിട്ടിയതുകൊണ്ടാണല്ലോ അങ്ങനെ എഴുതാൻ കഴിയുന്നത്. പുതിയ തലമുറയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് അനുഭവങ്ങളില്ലായ്മ ഉണ്ട്. ഇപ്പോൾ ഈ നമ്മുടെ മക്കൾ വിശപ്പ് എന്താണെന്ന് അറിയുന്നില്ല, എന്നാൽ ഒരു വലിയ വിഭാഗം മക്കൾ വിശപ്പ് മാത്രം അനുഭവിച്ച് ജീവിക്കുന്നുണ്ട്. ഈ നമ്മൾ വടക്കേ ഇന്ത്യയിൽ ഇപ്പം നമ്മൾ ദില്ലിയിലൂടെ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ മുംബൈ നഗരത്തിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും മനുഷ്യർ മൃഗങ്ങളെക്കാൾ മോശമായ സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന മക്കളെ നമുക്ക് കാണാൻ കഴിയും ധാരാളം. അപ്പോൾ അങ്ങനെ ഒരു ലൈഫ് ഉണ്ടെന്ന് പോലും നമ്മുടെ മക്കൾ അറിയുന്നില്ല. പുതിയ തലമുറ അവർ അനുഭവങ്ങളില്ലാതെ വളരുന്നു. അതൊരു വലിയ പ്രശ്നമാണ്. അത് സർഗാത്മകതയെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു അർത്ഥം. ഇപ്പം കനപ്പെട്ട എഴുത്തുകാരൊക്കെ വലുതായിട്ട് കടന്നു വരുന്നതിന് ഇപ്പം അതിൻ്റെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. ഇപ്പം
ഇനി കാരണം എന്ന് പറയുന്നത് നല്ല അനുഭവങ്ങൾ ഇല്ലാതെ വളരുന്നു അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു ഫ്ലാറ്റിൽ ജീവിക്കുന്നു അല്ലേ, അരക്ഷിതാവസ്ഥയുണ്ട്. അപ്പം നമുക്കൊക്കെ ഉണ്ട്. ഞാനൊക്കെ കുഞ്ഞായിരിക്കുമ്പം ഞാൻ പറഞ്ഞില്ലേ, സമ്പന്നമായ ഒരു ബാല്യം എനിക്കുണ്ടായിരുന്നു, അനുഭവ സമ്പന്നം എന്നാണ്. അതിനകത്ത് ഇല്ലായ്മയുണ്ട്, പട്ടിണിയുണ്ട്, കഷ്ടപ്പാടുണ്ട്, അപകർഷതയുണ്ട്, അവഗണന, അടിമത്തം, അപകർഷ ജീവിതം എന്ന് ഞാൻ എൻ്റെ കവിതയിൽ എഴുതിയിട്ടുണ്ട്. അപ്പം അവഗണനയും അപകർഷ ജീവിതവും പിന്നെ മാനസികമായ അടിമ ബോധമൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. ഒപ്പം നേരെ തിരിച്ച് മനോഹരമായ പിന്നെ ഭൂമിയും കാലാവസ്ഥയും പ്രാണവായുവും മനോഹരമായ അന്തരീക്ഷവും ഒക്കെ അനുഭവിക്കാൻ, സൗഹൃദങ്ങളും ഒക്കെ അനുഭവിക്കാൻ ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ആ രീതിയിൽ ചെയ്യാൻ കഴിയുന്നത്. അപ്പം പിന്നെ എൻ്റെ കാര്യമൊന്നല്ല ഞാൻ പറയുന്നത്, എൻ്റെ തലമുറയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. എൻ്റെ തലമുറയിൽപ്പെട്ട എഴുത്തുകാർക്കൊക്കെ അങ്ങനെ ഒരു അനുഭവ സമ്പത്ത് ഉണ്ടായിട്ടുണ്ട്. അടുത്ത നമ്മുടെ മക്കൾക്ക് ആ അർത്ഥത്തിലുള്ള ഒരു ഇത് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം ഞാൻ എഴുതിയിട്ടുണ്ട്, പിന്നെ അപ്പുറം വീട്ടിലെ ഞെട്ടറ്റ മാങ്ങയെ ഉപ്പു തൊട്ടുണ്ണുന്ന കയ്പുചാൽ ചുണ്ടിനെ, പിന്നെ അതുപോലെ പൊണ്ണത്തടി തയ്യൽ ടീച്ചറെ പാടത്തെ ചാല് ചാടിക്കുവാൻ നീട്ടും കരങ്ങളെ, കവിതേ പ്രിയപ്പെട്ട ശൈലപുത്രി, നിള പോലെ പ്രിയമെൻ്റെ നെയ്യാറുപോലെ, നീ ഒഴുകിപ്പരക്കുകന്നവനിലും ഇവനിലും അതിരിലും പതിരിലും പിന്നെ ഈ എന്നിലും. അതിനകത്ത് പറയുന്ന വരികളാണ്, അപ്പുറം വീട്ടിലെ ഞെട്ടറ്റ മാങ്ങയെ ഉപ്പു തൊട്ടുണ്ണുന്ന കയ്പുചാൽ ചുണ്ടിനെ. പിന്നെ അങ്ങനെ എൻ്റെ ബാല്യം മുഴുവൻ അതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ 5ാം ക്ലാസ്സിലെ 1ാം ബെഞ്ചിൻ്റെ അറ്റത്തിരിക്കും പൊതിച്ചോറിനെ, ആ പൊതിച്ചോറിനെ ആർത്തിയാൽ നോക്കുന്ന ഒരു ഓട്ട ഉടുപ്പുള്ള കാക്കക്കറുമ്പനെ, കവിതയെ പ്രിയപ്പെട്ട ശൈലപുത്രി ഒപ്പിയെടുക്കുമെന്നാണ്. അപ്പോൾ ലൈഫ് ഉള്ളതുകൊണ്ട് നമുക്ക് എഴുതാൻ കഴിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ബാല്യം സമർത്ഥമായിരുന്നു. ഈ ബാല്യം സാറിന്റെ കവിതകളിലുണ്ട്. എപ്പോഴും ഞാൻ പല ഇന്റർവ്യൂകളിലും സാറ് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, രേണുക എന്ന് പറയുന്നത് സാറിന്റെ ഒരു സാങ്കല്പിക കവിതയാണ്. സാറിന്റെ പ്രണയമോ അല്ലെങ്കിൽ മറ്റു പേഴ്സണൽ അനുഭവങ്ങളോ അല്ല അതിലെന്ന് സാർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാം വിശ്വസിക്കുകയും ചെയ്യുന്നു. പക്ഷെ ഒരിക്കൽ കൂടി വീണ്ടും രേണുക കേൾക്കുമ്പോൾ അതെല്ലാം കള്ളമാണെന്ന് തോന്നുന്ന ഒരു പവർ ആ കവിത. അതായത് എൻ്റെ അനുഭവങ്ങളല്ല എന്നുള്ളതല്ല, എൻ്റെ പ്രണയാനുഭവങ്ങളും അതിനകത്തുണ്ട്. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ധാരാളം പ്രണയബോധങ്ങളുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള പ്രണയാനുഭവങ്ങളുടെയും പ്രണയ സാക്ഷ്യങ്ങളുടെയും ബോധങ്ങളുടെയും ഒരു അടയാളപ്പെടുത്തലിലൂടെ ഉണ്ടായതാണ് ആ കവിത. അപ്പോൾ എൻ്റെ മാത്രം പ്രണയാനുഭവമല്ല, നമുക്ക് എത്രയോ പ്രണയാനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ട് അല്ലേ. എനിക്കും അങ്ങനെയുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ, അനുഭവമില്ലാതെ എഴുത്തുണ്ടാവില്ലല്ലോ. ആ അനുഭവത്തിൻ്റെ ഒരു നന്മ ആ കവിതയ്ക്കുള്ളത് കൊണ്ടാണ് ഒരു പക്ഷേ നമ്മളെല്ലാവരും നിങ്ങൾക്കൊക്കെ അത് ഇഷ്ടപ്പെടുന്നത് അല്ലേ. അതാണ് അതായത് ഓർമ്മിക്കുവാൻ ഞാൻ നിനക്ക് എന്ത് നൽകണം എന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ട്. ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം, ഓർമ്മിക്കണം എന്ന വാക്കു മാത്രം, ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം, ഓർമ്മിക്കണം എന്ന വാക്കു മാത്രം, എന്നെങ്കിലും വീണ്ടും എവിടെ വച്ചെങ്കിലും കണ്ടുമുട്ടാം എന്ന വാക്കു മാത്രം, നാളെ പ്രതീക്ഷതൻ കുങ്കുമപ്പൂവായി നാം കടം കൊള്ളുന്നതിത്ര മാത്രം എന്നാണ് അല്ലേ. പരമാവധി കടം കൊള്ളാൻ പറ്റുന്നത് ഇത്രയേ ഉള്ളൂ. വീണ്ടും വീണ്ടും കണ്ടുമുട്ടാമെന്ന വാക്ക് മാത്രമേ നമുക്ക് പിരിയുമ്പോൾ കടം കൊള്ളാനുള്ളൂ സത്യത്തിൽ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, പ്രണയ നഷ്ടത്തെ ആസ്വദിക്കണം, അല്ലാതെ അതിൽ നമ്മൾ ഇല്ലാതായി പോവുകയല്ല വേണ്ടത്.